നമ്മൾ അയിലക്കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അയിലക്കറിയിലേക്ക് എടുത്തു വെച്ച സാധനങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് ഇടാം. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വയ്ക്കുക. അതിലേക്ക് മുറിച്ച് വെച്ച സാധനങ്ങൾ ഇട്ട് അതിൻ്റെ കൂടെ മീനിലേക്ക് ആവശ്യമായ പുളി വളരെ കുറച്ച് മതി. നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പുളി വളരെ കുറച്ച് മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. നല്ലവണ്ണം ഇളക്കി മൂടി വയ്ക്കാം. ചട്ടിയിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെറിയ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി അടിച്ചെടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് 2 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് ചെറുങ്ങനെ വഴറ്റുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച മീൻ ഇടുക. ഇത് മൂടി വയ്ക്കണം. നമ്മുടെ മീൻ തിളച്ച് തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തതെല്ലാം അരിച്ചത് ചേർക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കറി റെഡി ആയിരിക്കുന്നു. ഇനി ഇത് ഗ്യാസ് ഓഫാക്കുകയാണ്. എല്ലാവരും അയിലക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.